എറണാകുളം ചിറ്റൂർ പള്ളിയിൽ ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പ്രതിഷേധം ഏത് തരത്തിലായിരുന്നു? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു അശ്വിൻ? രജിത്ത്, അല്പസമയം മുമ്പാണ് ചിറ്റൂരുള്ള സെന്റ് തോമസ് ചർച്ചിൽ ഈ കുർബാന തടയാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. രാവിലെ തന്നെ ഔദ്യോഗിക പക്ഷം എറണാകുളത്ത് നടത്തിയ പ്രതിഷേധത്തിൽ ചിറ്റൂരിൽ ജനാഭിമുഖ കുർബാനയാണ് നടത്തുന്നതെങ്കിൽ അത് തടയുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതാണിപ്പോൾ അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഈ ജനാഭിമുഖ കുർബാന തുടങ്ങിയപ്പോൾ തന്നെ ഔദ്യോഗിക പക്ഷത്തിലെ ചിലരെത്തി ഇതിവിടെ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി കുർബാന തടയാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അൽത്താരയ്ക്കടുത്തേക്ക് വന്ന ഈ വൈദികന്റെ കുർബാന പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ഇടപെടൽ നീങ്ങി. അതിനോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളും ബഹളം വെച്ചതോടുകൂടി പൂർണ്ണമായും ആ കുർബാന തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യമെത്തി. പിന്നീട് അത് തടസ്സപ്പെട്ടതോടുകൂടി വൈദികൻ തന്നെ വിഷയത്തിൽ ഇടപെട്ട് ജനാഭിമുഖ കുർബാന താല്പര്യമുള്ളവർ കൈ ഉയർത്തണം എന്നാവശ്യപ്പെട്ടതോടുകൂടി ഭൂരിഭാഗം ആളുകളും കൈ ഉയർത്തി. അങ്ങനെ വീണ്ടും ജനാഭിമുഖ കുർബാന തുടരുകയും ചെയ്തു. അതിനിടെ വീണ്ടും പ്രതിഷേധമുണ്ടായി. അങ്ങനെയാണ് പോലീസ് പള്ളിയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ജനാഭിമുഖ കുർബാനയെ എതിർത്ത ഔദ്യോഗിക പക്ഷത്തിലെ ആളുകളെ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നബാധിതമായ പ്രദേശമായി അവിടെ തുടരുകയാണ്. ഈ ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഔദ്യോഗിക പക്ഷം നിലകൊള്ളുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉന്നയിച്ചവരെ പോലീസ് എന്തായാലും സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് മറ്റാളുകൾ, ഔദ്യോഗിക പക്ഷവുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ കൂടി ചിറ്റൂർ പള്ളിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലൊരു സമാധാനപൂർവ്വം അല്ലാത്തൊരു അന്തരീക്ഷം അവിടെ തുടരുകയാണ്. കൂടുതൽ പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 24, കഴിഞ്ഞ വർഷം സമാനമായ രീതിയിലുള്ള പ്രശ്നമായിരുന്നു സെന്റ് മേരീസ് ബസിലിക്കയിൽ ഉണ്ടായത്. അവിടെയും പിന്നീട് വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെ ഈ പ്രദേശത്തെ ഈ ചിറ്റൂർ പള്ളിയിലെ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കുർബാന നടത്തണം, ജനാഭിമുഖ കുർബാന തന്നെ തുടരണം എന്നുള്ള ആവശ്യത്തിൽ വലിയൊരു വിഭാഗം വിശ്വാസികൾ അവിടെ തുടരുകയും. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളം ചിറ്റൂർ പള്ളിയിലാണ് ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമം നടന്നത്. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.